ഇത് കണ്ടിട്ടെങ്കിലും പാഠം പഠിക്കണം. ജനവിധി കണ്ട് പാഠം പഠിക്കാൻ CPM നേതൃത്വവും കേരള ഗവൺമെന്റ് മനസ്സിലാക്കണം. ഗവൺമെന്റിന്റെ പണക്കൊഴുപ്പിലാണ് മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് പഠിച്ചുകൊണ്ടാണ് മന്ത്രിമാരെല്ലാവരും വീട് വീടാന്തരം കയറിയിറങ്ങി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം പോലും ഉണ്ടായിരുന്നു. അധികാര ദുർവിനിയോഗം, പണാധിപത്യം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ LDF പ്രകടിപ്പിച്ചുവെങ്കിൽ പോലും ജനങ്ങൾ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജനവിധി മാനിക്കാൻ LDF ഇനിയെങ്കിലും തയ്യാറാണ്. പിണറായി സത്തിനെതിരായ വിജയത്ത് തന്നെയാണോ അവിടെ നടന്നത്? ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വിജയം. ഈ അൻവർ വലിയ രീതിയിൽ വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട്. അത് UDFന്റെ വോട്ട് പോയിട്ടുണ്ടോ? അത് പരിശോധിക്കേണ്ട വിഷയമാണ്. അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയാണ് ആരുടെ വോട്ടാണ് എന്നത് പരിശോധിക്കേണ്ടത്. അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. എനിക്കത് മനസ്സിലായി. ഞാനത് കേവലം ഇൻഡിവിജ്വൽ ആയിട്ട് ആരുടെയും വിഷയം കാണുന്നില്ല. ഞാൻ സർക്കാരിന്റെയാണ്. അതിന്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ പിണറായി ആരൊക്കെ കൂടുന്നു? UDFന്റെ കൂടെ ആരും അതല്ല, ചരിത്ര ഭൂരിപക്ഷം തന്നെയല്ലേ നിലമ്പൂരിൽ. അതൊക്കെ ആ സമയത്താണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പത്രക്കാരോട് പറഞ്ഞു. ആരൊക്കെ ഉണ്ടായിരുന്നു? കുറെ ആൾക്കാർ കൂടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാതിൽ നേരത്തെ പറഞ്ഞല്ലോ, വാതിൽ അടച്ചിട്ടില്ല. അത് ഞാൻ ജനറലായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ ചില ആൾ ജനറലായിട്ട് അടച്ചിട്ട് തന്നെയാണോ ഉള്ളത്? തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആലോചിച്ച സമയത്താണ്. നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്. താക്കോല് കയ്യിലുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച, നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച. ഞാൻ പറഞ്ഞ എന്താണ്? Now it is closed എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ. അതൊക്കെ രാഷ്ട്രീയത്തിലെ ഇനി മുട്ടാൻ അൻവറിന് മുന്നിൽ ഇനി ആ സാധ്യത തുറന്നു വെക്കുന്നു. ഡിഫൻസ് ഓഫ് ഡെവലപ്മെന്റ് അടുത്ത 2026 അൻവർ ഒപ്പം ഉണ്ടായി നല്ലത് എന്ന് പറയാൻ പറ്റില്ല. 2026 പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനൊരു അത്തരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ജോത്സ്യനല്ല. എന്തായാലും അൻവറിനെ ഒഴിവാക്കിയത് നന്നായി എന്ന് തോന്നുന്നു. UDF ഒറ്റയ്ക്ക് ജയിച്ചു, അതാണ് മനസ്സിലാക്കുന്നത്. UDF ഒറ്റയ്ക്ക് ജയിച്ചു. അഭിമാനകരമായ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു. അതിൽ ഞാൻ വോട്ടർമാർക്ക് നന്ദി പറയുന്നു. മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായി നന്ദി. അപ്പോൾ ആ വിജയത്തിൽ This is the result of teamwork. This is the result of hard work. പ്രതിപക്ഷം കേരളത്തിൽ ശക്തമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ നേതൃനിരയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ പ്രത്യേകം ഉണ്ടായിരുന്നു. എവരിബഡി വാസ് ദേർ. കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി, മുസ്ലിം ലീഗിന്റെ ബ്രാഞ്ച് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി മുതൽ മുതിർന്ന നേതാക്കന്മാർ പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ സുസജ്ജരായിരുന്നു. ഞങ്ങളുടെ ടീം വർക്കിന്റെ വിജയമാണ്, ഇൻഡിവിജ്വലി എന്റെ വിജയമല്ല. പ്രസിഡന്റ്, ഒറ്റയ്ക്ക് നിന്നാൽ ഇതിൽ വലിയ മികച്ച വിജയം നേടാൻ വേണ്ടി കഴിയുന്ന പാഠമാണ്. ഒറ്റയ്ക്ക് ഒരിക്കലും കോൺഗ്രസ് ഐക്യമത്യ മഹാബലം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഗുണം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. വെൽഫെയർ പാർട്ടി ഘടകമായിട്ടുണ്ടോ?